ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ആദില നൂറ ഒരു ഹൗസ് വാമിങ് പങ്കെടുത്തതാണ്. അതിൽ നമ്മുടെ വേറെ ആരുടെ അല്ല, നമ്മുടെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിലെ ഫൈസൽക്കാട്. അപ്പോൾ ആളൊരു പോസ്റ്റ് നിന്നിട്ടുണ്ട്. ആ പോസ്റ്റ് ഞാൻ അവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ആദ്യം ഞാൻ വായിച്ചു തരാം. എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ എൻ്റെ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എൻ്റെ മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല. പൊതുസമൂഹത്തിൽ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു. മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. ഇതാണ് ആളിട്ടൊരു FB പോസ്റ്റ്. സംഭവം എന്താ വെച്ചാൽ, അപ്പോൾ ഇനി ബാക്കി അവരുടെ വീഡിയോസും കുറച്ച് കാര്യങ്ങളും കുറച്ച് പ്രൂഫ്സൊക്കെ ഇതിൽ കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനു മുന്നേ സംഭവം എന്താണ് ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ പറഞ്ഞുതരാം. ഇപ്പോൾ ആളുടെ ഈ വീഡിയോ കുറേ മീഡിയാസും ഓൺലൈൻ മീഡിയാസൊക്കെ ഉണ്ടായിരുന്നു ഈ ഹൗസ് വാമിങ്ങിന്. ഇപ്പോൾ ഇവർ വന്നപ്പോൾ ഇങ്ങനെ വീഡിയോ ഇട്ടപ്പോൾ ആൾക്ക് കുറച്ച് സൈബർ ബുള്ളിങ് കിട്ടി. ഇവരെ നിങ്ങൾ സ്വീകരിച്ചല്ലോ അങ്ങനെ. അപ്പം നമുക്ക് എന്തായാലും അവർ വന്നപ്പോൾ അവരെ സ്വീകരിച്ചൊരു വീഡിയോ ഒന്ന് ഞാൻ എന്ത് ചെയ്ത് പ്ലേ ചെയ്യാം. അപ്പോൾ സംഭവം അവർക്ക് ആൾക്കൊരു കുറച്ച് സൈബർ ബുള്ളിങ് കിട്ടി. ഇങ്ങനെ എന്ത് ചെയ്ത് ഇവരാണോ നിങ്ങൾ സമൂഹത്തിന് തെറ്റായ ധാരണയാണ് കൊടുക്കേണ്ടത്, ഇനി ഞങ്ങൾ ആ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് വരില്ല, സ്വർണം വാങ്ങില്ല എന്നൊക്കെ കേട്ടപ്പോൾ ആൾക്കൊരു എന്ത് ചെയ്ത് പെട്ടെന്ന് ആ ഒരു ഇതിൽ ആൾക്കൊരു മാനേജ് ചെയ്യാൻ ഒരു ബുദ്ധി തോന്നിയത് ചിലപ്പോൾ വിളിച്ചിട്ടില്ല എന്ന് പറയായിരിക്കും. എന്തായാലും ആ വീഡിയോ നമ്മൾ അവരെ വരവേൽക്കുന്നതും അവരെ സ്വീകരിക്കണ ഒരു വീഡിയോ നമ്മൾ ഓരോ ഓൺലൈൻ മീഡിയാസ് വന്നിട്ടുണ്ടാവും പ്ലേ ചെയ്യട്ടെ. അതിൽ പറയുന്നുണ്ട്, ഇതാ മൈക്കൽ എന്നെ ആങ്കർ അനൗൺസ് ചെയ്യുന്നുണ്ട്, ആദില ആൻഡ് നൂറ പ്ലീസ് വെൽക്കം. അവർ അത്രയും സ്വീകരിച്ചിട്ടാണ് വരവേൽപ്പിക്കുന്നത്. കൈ കൊടുത്തിട്ട് സ്വീകരിക്കണമൊക്കെ ഉണ്ട്. വന്നിട്ട് എനിക്കൊന്നും പറഞ്ഞേ അറിയത്തില്ല. നമ്മള് ബിഗ് ബോസ് ഇറങ്ങിയിട്ടിപ്പോ ഫംഗ്ഷൻ ഡോറിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത് ഇതാണ്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഏത് നോറക്ക് മൈക്ക് കൊടുത്തപ്പോ അവൾ എന്ത് ചെയ്ത് ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു ഫോർ ഇൻവൈറ്റിങ് അസ്. ഞാൻ ഒന്നുകൂടി കേൾപ്പിച്ചരാ. ഇത് അവള് പറഞ്ഞത് ശ്രദ്ധിച്ചോ. അവള് കറക്റ്റ് പറയുന്നുണ്ട്, താങ്ക് യു ഫോർ ഇൻവൈറ്റിങ് അസ്. അതായത് അവരെ വിളിച്ചതിൽ അവർ നന്ദി അറിയിക്കുകയാണ്. ഏത് ആളെ മുന്നിൽ വെച്ചിട്ട് തന്നെ സ്റ്റേജ് മൈക്കിലാണ് ഈ അനൗൺസ് ചെയ്യണത്. ഇതാ കണ്ട ഏത് അതിൽ തന്നെ വളരെ കൃത്യമാണ്. ആളെ മുന്നിൽ വെച്ചിട്ട് തന്നെ പറയാണ് ഏത് ഞങ്ങളെ വിളിച്ചതിൽ നന്ദി അറിയിക്കുന്ന പറയുമ്പോൾ എന്തായാലും വിളിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാണ്. ഇനി ഒരു ക്ലിപ്പ് കൂടി ഞാൻ കാണിച്ചു തരാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഫൈസൽക്കാട് ഹൗസ് വാമിങ്ങിന് കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു, ഇൻവിറ്റേഷനൊക്കെ അയച്ചു. എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലുള്ള ആൾക്കാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തത്. നമ്മളെ കൊണ്ട് നടന്ന ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ കൂടെ ഒരാൾ ഫുള്ള് കാണിച്ചു തരാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഒരുപാട് സന്തോഷം. പക്ഷേ ഇന്ന് രാവിലെ കണ്ടൊരു പോസ്റ്റും ഒരു FB പോസ്റ്റ് കണ്ടിരുന്നു. അതും ഇന്ന് ഞങ്ങൾ പോയ അവിടുത്തെ ഫൈസൽക്കാട് FB പോസ്റ്റ് ആയിരുന്നു. വേറെ ഒന്നുമല്ല, വീട്ടിൽ വിളിച്ച് വരുത്തിയിട്ട് അപമാനിക്കുക എന്ന് പറയില്ലേ, എന്നെ അല്ല എൻ്റെ ഫ്രണ്ട്സിനെയാണ്. അപ്പോൾ മനുഷ്യനായിട്ട് കാണാൻ പറ്റാത്ത ആൾക്കാർ ഭയങ്കര സങ്കടം. ഒരിക്കലും ഫൈസൽക്കാരുടെ അടുത്ത് നിന്ന് ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തില്ല. എനിക്ക് ഒരുപാട് ബഹുമാനവും അതുപോലെ ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഫൈസൽക്കാർ. പക്ഷേ ഫൈസൽക്കാരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു കാര്യം വന്നതിൽ ഒരുപാട് സങ്കടമുണ്ട്. ഈ ഒരു പോസ്റ്റ് കണ്ടതോടുകൂടി എല്ലാം പോയി. ഫൈസൽക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. അവര് ആദില നൂറ എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ഈ ഒരു പൊസിഷൻ വരെ എത്തിയത്. നിങ്ങളാണ് അവരെ ഇൻവൈറ്റ് ചെയ്തത്.
എന്നിലൂടെ, അതായത് എൻ്റെ അടുത്ത് നിന്നാണ് കോണ്ടാക്ട് മേടിച്ചിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തതും കോർഡിനേറ്റ് ചെയ്തത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്നത്. അപ്പൊ ഇതിൽ തന്നെ വളരെ കൃത്യമാണ് റസ്മിൻ പറയുന്നുണ്ട്, അവളുടെ അടുത്തു നിന്നാണ് നമ്പർ മേടിച്ചതും അവരെ കോണ്ടാക്ട് ചെയ്തതും ഇൻവൈറ്റ് ചെയ്തതും ഒക്കെ. അപ്പൊ അവരെന്നെ പറയുന്നുണ്ട് എന്ത് ചെയ്ത് ആളെ മുന്നിൽ വെച്ചിട്ട് താങ്ക്സ് ഫോർ ഇൻവൈറ്റേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരാളെന്തായാലും വിളിക്കാണ്ട് അങ്ങനെ പറയില്ലല്ലോ. അപ്പോ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇത്രയും വലിയൊരു ബിസിനസ് മാനിന് ഇത്രയും ചെറിയ സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ ഒരു സൈബർ ബുള്ളിങ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് നമുക്ക് ഇപ്പൊ ഇതിൽ തന്നെ മനസ്സിലാവുന്നത്. അപ്പൊ അതിന്റെ ഒരു ഹാൻഡിൽ ചെയ്യണ ഒരു ഭാഗമായിട്ട് അവൻ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്. ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് ആളെ വിളിച്ചില്ല എന്ന് പറയുമ്പോ അവരുടെ ഒരു ഭാഗം ഇപ്പൊ സൊസൈറ്റി ഇപ്പൊ കൂടുതൽ ഭാഗം ഇപ്പൊ ഞാൻ കണ്ടിടത്തോളം സപ്പോർട്ട് ചെയ്യണത് ആദില നൂറിനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. ഒരു ചെറിയ ഒരു ഇപ്പൊ ഇപ്പൊ LGBTQ എതിരായിട്ട് നിൽക്കുന്ന ഒരു ഭാഗം ആൾക്കാര് ഫൈസൽ ഖാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഇപ്പൊ ഈ രണ്ടു കൂട്ടരെയും ഭാഗത്തല്ല ഉദ്ദേശിച്ചത്. ഇപ്പൊ പറയാന്ന് വെച്ചാൽ ഇപ്പൊ ഇയാൾ ഇപ്പൊ എടുത്തിട്ടുള്ള ഈ FB പോസ്റ്റില് ഇപ്പൊ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം വിളിച്ചു വരുത്തിയിട്ട് ഇപ്പൊ നമ്മളിപ്പോ എൻ്റെ ഒരു കല്യാണത്തിനൊക്കെ വിളിച്ചിട്ട് ഞാൻ വിളിച്ചിട്ട് വന്നിട്ട് വിളിച്ചില്ല എന്ന് പറയുമ്പോ ഒരു മോശക്കേട്. ഇപ്പൊ ഇവരിപ്പൊ ഇത്രയും കുട്ടികൾ ഇപ്പൊ ബിഗ് ബോസിലൊക്കെ കയറി ഇറങ്ങിയിട്ടുള്ളൂ. ഇറങ്ങിയ പിന്നെ അടുത്തൊരു കോൺട്രവേഴ്സിയിൽ ഈ പിള്ളേര് ചെന്ന് ചാടുകയാണ്. ഇപ്പൊ ഈ ആൾക്ക് ഇപ്പൊ താല്പര്യം ഇല്ലെങ്കിൽ ഇവര് വിളിക്കാണ്ട് ഇപ്പൊ നമ്മുടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ലക്ഷ്മിയൊക്കെ പറഞ്ഞില്ലേ, എന്റെ വീട്ടിൽ ഇവരെ കയറ്റില്ല എന്നൊരു നിലപാട് അവൾ എടുത്തു. അതുപോലെ ഒരു നിലപാടോ അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡില് നിൽക്കുന്ന ഒരാളായിട്ടാണ് ഇപ്പൊ ഫൈസൽക്ക് ഇപ്പൊ പബ്ലിക്കിൽ മാറിയത്. അപ്പൊ ആൾക്കൊരു നിലപാടെടുത്തിന് ഇപ്പൊ ലക്ഷ്മിനൊക്കെ അതിൽ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ഇപ്പൊ അവളൊരു തീരുമാനം എടുത്തു എന്റെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുപോലെ ഒരു നിലപാടെടുത്തിന് ഇപ്പൊ അങ്ങനെ ഒരു ചിന്തിച്ചിട്ട് ഇപ്പൊ ഞാൻ ഇൻവൈറ്റ് ചെയ്യുമ്പോ ചിന്തിച്ചിട്ട് ഇപ്പൊ വലിയൊരു കോടീശ്വരനാകുമ്പോ അത്രയും വലിയൊരു ടീം ഉണ്ടാവണം. ഇപ്പൊ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാനും ആയിക്കോട്ടെ അങ്ങനെ എന്തെങ്കിലും. ഈ FB പോസ്റ്റ് പിന്നിട്ട പോസ്റ്റ് തന്നെ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ അത് ഡിലീറ്റ് ആക്കുകയും ചെയ്ത്. അപ്പൊ ഈ ചെറിയ ഒരു സൈബർ ബുള്ളിങ് പോലും ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ടീം ഫൈസൽക്കാക്ക് ഇല്ല എന്നാണ് ഇപ്പൊ ഇതിൽ വ്യക്തമാക്കുന്നത്. ഒരു വ്യക്തമായ ഒരു നിലപാടും ഫൈസൽക്കാക്ക് ഇല്ലാണ്ടായി പോയി. ഇനിയെങ്കിലും നിങ്ങൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങള് ഒരു നിലപാടും അതുപോലെ തന്നെ ഒരു കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ചെയ്യാന്നാണ് എനിക്ക് ഫൈസൽ ഖാനോട് പറയാനുള്ളത്. ഇപ്പൊ എൻ്റെ ഒരു വ്യൂ പോയിന്റ് ഞാൻ അതിലൂടെ ഒപ്പമാണ്. കാരണം ഞാൻ ഇവർക്ക് എഗെയിൻസ്റ്റ് അല്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കുക വെച്ചപ്പോ ജാസി അശോകില് ഇപ്പൊ എൻ്റെ എൻഗേജ്മെന്റിനും കല്യാണത്തിനൊക്കെ ആശയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ജാസിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഇപ്പൊ എൻ്റെ ഉമ്മാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ എൻ്റെ ഫാമിലി തന്നെ ഒരു വിഭാഗം ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരെ. അതുപോലെ തന്നെ കുറച്ച് വിഭാഗം ആൾക്കാർക്ക് ഇവരെ ഇഷ്ടമല്ല. ഇവരെന്നെ വന്നിട്ട് നമ്മളോട് പറയുന്നുണ്ടായിരുന്നു, ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ വിളിച്ചത് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചത്. ഞാൻ ആ നിലപാടിൽ ഞാൻ ഉറച്ചു നിന്ന്. ഇതുപോലത്തെ ഒരു നിലപാട് എടുക്കാനോ അല്ലെങ്കിൽ ഉറച്ചു നിൽക്കാനോ നമ്മുടെ ഫൈസൽക്കാക്ക് കഴിഞ്ഞില്ല. അപ്പൊ ആളുടെ ഒരു ബിസിനസ് മാൻ ആയതുകൊണ്ട് ആളുടെ ബിസിനസ് എന്ത് ചെയ്ത് ഇപ്പൊ ആരും സ്വർണ്ണം വാങ്ങില്ല എന്നൊക്കെ ഒരു കമന്റ് കണ്ടപ്പോ ആ ഒരു രീതിയിൽ ഫ്ലിപ്പായി പോയി. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ ആളെന്ത് ഒരു സോഷ്യൽ മീഡിയയിലാകുമ്പോ പല ഇപ്പൊ ഞാൻ എത്ര കോൺട്രവേഴ്സി കഴിഞ്ഞു എന്നൊക്കെ ഇപ്പോഴും ഞാൻ സ്റ്റിൽ ആദ്യം ഇങ്ങനെ ഒരു ഏറിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. അപ്പൊ ആ ഒരു കോൺട്രവേഴ്സി നമ്മൾ സോഷ്യൽ മീഡിയ ആകുമ്പോൾ ഫേസ് ചെയ്യണം. അതിന് നമ്മളൊരു സ്റ്റാൻഡ് എടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ വീണ്ടും ഇപ്പൊ പൈസക്ക് ഇപ്പൊ എയർലി പൈസൽക്കാണ് കാരണം ഡബിൾ സ്റ്റാൻഡ് എടുത്തെന്നുള്ള രീതിയിൽ എല്ലാവരും പിടിച്ച് എയർലി കയറ്റേ. ഞാനും പറയും പൈസക്ക് ഡബിൾ സ്റ്റാൻഡ് എടുത്ത്, കാരണം വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്നതിന് തുല്യമായി. അപ്പൊ ഐ സ്റ്റാൻഡ് വിത്ത് ആദില നൂറ. ഇനി നിങ്ങൾ ആരുടെ ഒപ്പാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ബൈ.